പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ദ്വാദശോധ്യായ ശങ്കരമോഹനം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ശ്രീ ബാദരായണിരുവാച മുഷധ്വജോ നിശമ്യേദം യോഷിരൂപേണ ദാനവാൻ മോഹയിത്വാസുരഗണൻ ഹരി സോമമപായയൽ വൃഷമാരുഹ്യ ഗിരിശ സർവഭൂതഗണൈർവൃത സഹദേവ്യായയൗ ദ്രഷ്ടും യത്രാസ്തേ മധുസൂദന. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, യോഷിരൂപേണ ഹരി ദാനവാൻ മോഹയിത്വ, അതായത് ഒരു സ്ത്രീരൂപം ധരിച്ചുകൊണ്ട് മഹാവിഷ്ണു ആസുരന്മാരെ കബളിപ്പിച്ചിട്ട് സുരഗണാൻ സോമം അപായയൽ, ദേവന്മാരെ സോമപാനം ചെയ്യിച്ചു, അമൃതപാനം ചെയ്യിച്ചു എന്നുള്ള ഇതം ഗിരീശ വൃഷധ്വജ, ഈ വിവരം കൈലാസവാസിയായിട്ടുള്ള വൃഷധ്വജൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, നിശമ്യ കേട്ടിട്ട് ദേവ്യാസഹ ശ്രീ പാർവതീദേവിയോടൊപ്പം വൃഷം ആരുഹ്യ തൻ്റെ വാഹനമായിട്ടുള്ള കാളപ്പുറത്ത് കയറിയിട്ട് സർവഭൂതഗണൈർവൃത, ഭൂതങ്ങളെല്ലാം കൂടിയവനായിട്ട് എല്ലാവരും ഭൂതഗണങ്ങളൊക്കെ കൂടണ്ട എന്നിട്ടോ എത്ര മധുസൂദന ആസ്തേ, യാതൊരിടത്താണോ മധുസൂദനൻ ആയിട്ടുള്ള മഹാവിഷ്ണു ഇരിക്കുന്നത് അവിടേക്ക് ദ്രഷ്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് യയോ പോയി. സഭാജിതോ ഭഗവതാ സാദരം സോമയാ ഭവ സൂപവിഷ്ട ഉവാദേദം പ്രതിപൂജ്യ സ്മയൻ ഹരിം. ഭഗവതാ സാദരം സോമയാ സഭാജിത, ആ പരമേശ്വരനും പാർവതീദേവിയും അവിടെ ചെന്ന സമയത്ത് വിഷ്ണു ഭഗവാനാൽ ആദരവോടുകൂടി ആ രണ്ടുപേരെയും സ്വീകരിച്ചു ഭഗവാൻ എന്നിട്ടോ ഭവ പ്രതിപൂജ്യ, പരമേശ്വരൻ തിരിച്ചും വന്ദിച്ചിട്ട് സൂപവിഷ്ട നല്ല നൽകിയിട്ടുള്ള ആസനത്തിൽ സുഖമവണ്ണം ഇരുന്നിട്ട് സ്മയൻ ഹരിം ഇതം ഉവാച, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു. തൻ്റെ ആഗമനോദ്ദേശം എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ്? ശ്രീ മഹാദേവ ഉവാച ദേവദേവ ജഗൽ വ്യാപിൻ ജഗദീശ ജഗന്മയ സർവേഷാമഭിഭാവാനാം ത്വമാത്മാ ഹേതുരീശ്വര. ഒരു 8 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ ഇങ്ങോട്ട് സ്തുതിക്കുകയാണ്. ഹേ ദേവദേവ ജഗദ്വ്യാപിൻ ജഗദീശ ജഗന്മയ, എല്ലയോ ദേവ, എല്ലാ ഭഗവാനി, എല്ലാ ദേവന്മാർക്കും ദേവനായത് ദേവാദിദേവനും അതുമാതിരി വിശ്വമെല്ലാം വ്യാപിച്ചവനും ജഗദീശ വിശ്വത്തിൻ്റെ നിയന്താവും ജഗന്മയ വിശ്വസ്വരൂപനുമായുള്ളവേ. എന്താണ്? ത്വം സർവേഷാം ഭാവാനാം അഭി, അങ്ങ് എല്ലാ ഭൗതിക പദാർത്ഥങ്ങളുടെയും ഹേതു മൂലകാരണമാണ്, ഈശ്വരനാണ്, അജ്ഞാധികാരിയാണ്, എല്ലാവരുടെയും ആത്മാവാണ് അങ്ങ്. ആദ്യന്താവസ്യൻ മധ്യം ഇതമന്യതഹം ബഹി യതോവ്യയസ്യ നൈദാനി തത് സത്യം ബ്രഹ്മജിത് ഭവൻ. അസ്യ ആദി അന്തൗ മധ്യം ച, ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ആദിയും അന്തവും മധ്യവും യാതിൽ നിന്നോ ഒട്ടും വ്യയമില്ലാത്തതായിട്ടുള്ള യസ്യ യാതൊന്നിന് ഏതാനിന ഇവയൊന്നുമില്ലയോ യൽ യാതൊന്ന് ഭവാൻ തു അങ്ങാകട്ടെ ഇത് എന്ന ആസ്പദമായും അഹം ഞാൻ എന്ന തോന്നലിന് ആസ്പദമായും ബഹി അന്യത് ബാഹ്യമായും അല്ലാതെയും ഇരിക്കുന്നുവോ തൽ ആ സത്യം ചിത് ബ്രഹ്മ, ആ അങ്ങ് ഇങ്ങനെയാണ് സച്ചിന്മയമായിട്ടുള്ള ബ്രഹ്മമാണ് എന്നാണ്. എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ആരെ ആസ്പദിച്ചിട്ടാണ്? അങ്ങേ ഭഗവാനെ ആസ്പദിച്ചിട്ടാണ് അതൊക്കെ. എന്നാലും അതേ സമയത്ത് ഭഗവാൻ തീരെ ക്ഷയിക്കാത്തവനാണ്. ഇതെന്ന് എന്താണ്?
ഈ ദൃശ്യ, അതായത് ഇത് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഈ നിർദ്ദിഷ്ടമായുള്ള ദൃശ്യപ്രപഞ്ചവും അഹമെന്ന ഭാവത്തിന് ആസ്പദമായിട്ടുള്ള ദ്രഷ്ടാവ് എന്നുള്ള ഭാവവും രണ്ടും അങ്ങ് തന്നെയാണ്. അതായത് ദൃശ്യമായിട്ടുള്ള പ്രപഞ്ചവും ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവ് ജീവൻ ഭാവം ഉണ്ടല്ലോ, അതും രണ്ടും അങ്ങ് തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും ചൈതന്യരൂപയുടെ കുടികൊള്ളുന്ന സച്ചിന്മയായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മസ്വരൂപമാണ് അങ്ങ്. തവൈവ ചരണാംഭോജം ശ്രേയസ്കാമാ നിരാശിഷ വിസൃജ്യോഭയത സംഘം മുനയ സമുപാസതേ. നിരാശിത, യാതൊരു ആഗ്രഹവും കാമനയും കൂടാതെ ശ്രേയസ്കാമ, ആത്മശ്രേയസിനെ മാത്രം ആഗ്രഹിക്കുന്ന മുനിമാര് ഉഭയത, രണ്ടിടത്തുമുള്ള സംഘം ആസക്തിഭാവം വിസർജ്യ ഉപേക്ഷിച്ചിട്ട് തവ ഏവ, അങ്ങയുടെ ആ ചരണാംബോജം പാതാരവിന്ദത്തെ തന്നെ വീണ്ടും വിധം ഉപാസിക്കുന്നു എന്ന് പറയാണ്. അതായത് എന്താ ഈ ഉഭയത, രണ്ടിടത്തുമുള്ള സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹത്തിലും പരത്തിലും ഉള്ള ഭോഗവസ്തുക്കളിലും എല്ലാം വിരക്തി വന്നിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള, അതായത് ശ്രേയസ് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള മഹർഷിവര്യന്മാര് എന്ത് ചെയ്യണു? ഇതിൽ നിന്നൊക്കെ വിരക്തന്മാരായിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മാത്രം ഉപാസിക്കുന്നു. ത്വം ബ്രഹ്മ പൂർണ്ണമൃതം വിഗുണം വിശോകം ആനന്ദമാത്രമവികാരമനന്യതന്യൽ വിശ്വസ്യ ഹേതുരുദയസ്ഥിതി സംയമാന ആത്മേശ്വരശ്ച തദപേക്ഷതയാനപേക്ഷ. പൂർണ്ണം, അങ്ങിങ്ങനെയാണ് എല്ലാം തികഞ്ഞതായും, അമൃതം നിത്യസുഖസ്വരൂപമായും, അവികാരം നിത്യനിർവികാരമായും, വിശോകം ശോകവിമുക്തമായും, ആനന്ദം ആനന്ദമയം മാത്രമായും, വിഗുണം ഗുണാതീതമായും, അനന്യൽ വേറൊന്നിനോടും വേറൊന്നും കടപിടിക്കാനില്ലാത്തതായും, അന്യ ഏതിൽ നിന്നും വ്യത്യസ്തമായുമുള്ള ആ ബ്രഹ്മം സ്വരൂപമുണ്ടല്ലോ, അതാരാണ്? അത് അങ്ങ് തന്നെയാണ്. വിശ്വസ്യ, പ്രപഞ്ചത്തിൻ്റെ ഈ ഉൽപ്പത്തി സ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതു കാരണഭൂതനും, അതേ സമയത്ത് സ്വയം നിരപേക്ഷതാഭാവം കൈക്കൊണ്ട് തത് അപേക്ഷതയാ, ആ ജീവാത്മാക്കളുടെ സമീപന രീതിക്ക് അനുസൃതമായിട്ട് ആ ആത്മേശ്വര, ആ ആത്മാക്കൾക്കുതകുന്ന കർമ്മഫലദാതാവായ ഈശ്വരനാണ് അങ്ങ്. നിർഗുണ ബ്രഹ്മമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിച്ച് സംഹാരങ്ങൾ ഏതിൽ നടക്കുന്നു? ആ നിർഗുണ ബ്രഹ്മം അങ്ങ് തന്നെയാണ്. അതെങ്ങനെയാണ്? സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള നിർഗുണ ബ്രഹ്മമാണ്. അതേ സമയത്ത് സഗുണ രൂപത്തിൽ വന്നിട്ട് എങ്ങനെയാണ് ആ ജീവാത്മാക്കളുടെ അവരുടെ അപേക്ഷയ്ക്കനുസരിച്ച് അവരുടെ ആ സമീപന രീതിക്ക് അനുസൃതമായിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള കർമ്മഫലങ്ങളെല്ലാം നൽകുന്ന ഈശ്വരനും അങ്ങ് തന്നെയാണ്. ഏകസ്ത്വമേവ സദസദ്വയമദ്വയം ച സ്വർണം കൃതാകൃതവിവേകനവസ്തുഭേദ അജ്ഞാനതസ്ത്വയി ജനൈർവിഹിതോ വികൽപോ യസ്മാൽ ഗുണൈർവ്യതികരോ നിരുപാധികസ്യ. അതായത് കാര്യകാരണ സദസൽ ദ്വയം അദ്വയം ച ത്വം, കാര്യകാരണ സ്വരൂപന രണ്ടായിട്ടിരിക്കണ അങ്ങ് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അദ്വൈനാണ്, ഒന്നായിട്ടിരിക്കണതാണ്. ഒരാൾ തന്നെയാണ്. ആഭരണ രൂപത്തിൽ അതായത് ആകൃതം ആഭരണ രൂപത്തിൽ പണിതിട്ടും അല്ലാത്തതായിട്ടുള്ള സ്വർണം ഇവ, സ്വർണം എന്ന പോലെ ഇഹ, ഇതിൽ വാസ്തവികമായ അന്തരം ഇല്ല തന്നെ. അതായത് അങ്ങ് ഇതിൽ ചേർന്നിരിക്കുമ്പോൾ ആളും അങ്ങ് ഇരിക്കേണ്ടത് വിട്ടു നിന്നാലും അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രപഞ്ചത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പലതായിട്ട് തോന്നും. ഏതുമാതിരി സ്വർണം പല ആഭരണങ്ങളായിട്ട് തോന്നില്ല, അതുമാതിരി പലതായിട്ട് തോന്നും മാത്രമേ ഉള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. ജനൈ അജ്ഞാനത ത്വയി വികൽപ്പ വിഹിത. ഇതെങ്ങനെയാണ്? ജനങ്ങൾ തങ്ങളുടെ അജ്ഞാനം കൊണ്ട് ഏകനായിട്ടുള്ള അങ്ങയിൽ ഇങ്ങനെ ഭാവഭേദങ്ങൾ കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടത്. അതുകൊണ്ട് യാതൊന്നുകൊണ്ട് ഉപാധികൾക്കൊന്നും വഴങ്ങാത്ത അങ്ങയ്ക്ക് പ്രകൃതി ഗുണങ്ങളിലൂടെ ഭേദഭാവമുണ്ടോ എന്ന് തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ ഒന്നുമില്ലാതൊക്കെ ആൾക്കാരുടെ അജ്ഞാനം കൊണ്ടുള്ള തോന്നൽ മാത്രമാണ്. അങ്ങക്ക് യാതൊരു ഭേദഭാവമില്ല. ഏകനായിട്ടുള്ള ഈശ്വരനാണ്, അദ്വൈനാണ് അങ്ങ്. ത്വാം ബ്രഹ്മകേജിൽ അവയന്തു ധർമ്മമേക ഏകേവരം സദസദോ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിൻ മഹാപുരുഷം അവ്യയമാത്മതന്ത്രം. ത്വാം കേജിൽ ബ്രഹ്മ അവയന്തി, അങ്ങയെ
ചിലരെങ്ങനെയാണ് പൂർണ്ണ ബ്രഹ്മമായിട്ട് കരുതുന്നു. ഉദ ഏകെ വേറെ ചിലർ ധർമ്മമായും, ഏകെ പിന്നെ ചിലർ സദസതോ പരം പരേശം പുരുഷം, അതായത് സത്തിനും അസത്തിനും കാര്യത്തിനും കാരണത്തിനും ഉപരിയായതും മൂലപ്രകൃതിയുടെ നിയന്താവുമായിട്ടുള്ള ആ പുരുഷനായിട്ട് കരുതുന്നു ചിലര്. വേറൊരു കൂട്ടര് നവശക്തിയോട് കൂടിയിട്ടുള്ള പരമപുരുഷനായും, വേറെ ചിലർ അവ്യയം വ്യയരഹിതനായും ആത്മതന്ത്രം സർവതന്ത്ര സ്വതന്ത്രനുമായ മഹാപുരുഷനായും ത്വാം അവയന്തി കരുതി വരുന്നു. അതായത് വേദാന്തികളായിട്ടുള്ള ആൾക്കാർ അങ്ങയെ സാക്ഷാൽ ബ്രഹ്മം വിശേഷിപ്പിക്കുന്നു. മീമാംസകന്മാരെന്ത് ചെയ്യും? ധർമ്മമായിട്ട് പറയും. സാഖ്യന്മാർ മൂലപ്രകൃതിയും നിയന്താവായിട്ടുള്ള പുരുഷനായിട്ട് കരുതുന്നു. പാഞ്ചരാത്ര മതക്കാര് ഈ വിമലാദി നവശക്തികളുടെ ഈശനായിട്ട് കരുതുന്നു. അഷ്ടാംഗ യോഗികൾ ഒരിക്കലും വ്യയമില്ലാത്തവനായിട്ടും സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള മഹാപുരുഷനായിട്ടും അങ്ങേ കരുതി വരുന്നു എന്ന് പറയുകയാണ്. നാഹം പരായുൽ ഋഷയോ നമരീചി മുഖ്യ ജാനന്തിയൽ വിരചിതം ഖലു സത്വസർഗ യന്മായയാ മുഷിതചേതസ ഈശദൈത്യമർത്യാദയ കിമുദ ശശ്വതഭദ്രവൃത്ത. ഹേ ഭഗവാനെ ഈശ്വര, സത്വസർഗ സാത്വിക സൃഷ്ടിയിൽപ്പെട്ടവരായ പരായു അഹം ഏറ്റവും ആയുസ്സുള്ളവനായിട്ടുള്ള ഞാനും, മരീചി മുതലായ മഹർഷിമാരും യൽ വിരചിതം ന ജാനന്തികലു ഞങ്ങളാണ് ഏറ്റവും അധികം പഴയ ആൾക്കാർ, ആയുസ്സുള്ള ആൾക്കാരും. ഞങ്ങൾ കൂടി യാതൊരു ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ പറ്റി അറിയുന്നതേ ന ജാനന്തികലു അറിയുന്നതേ ഇല്ല. അപ്പൊ പിന്നെ യാതൊരാളുടെ മായയാൽ മുഷിതചേതസ് അപഹരിക്കപ്പെട്ട മനോവ്യാപാരത്തോടു കൂടിയും ശശ്വൽ അഭദ്രവൃത്ത എപ്പോഴും അമംഗളകരമായിട്ട് ഉൽപ്പത്തിയോട് കൂടിയിട്ടുള്ള അസുരന്മാര് മനുഷ്യര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ കിമുത ആണോ അറിയുന്നത്? ഞങ്ങൾക്ക് തന്നെ അങ്ങയുടെ മഹത്വം പരിപൂർണമായിട്ട് അറിയില്ല, പിന്നെയാണോ സാധാരണ ജനങ്ങൾക്ക് അസുരന്മാർക്കൊക്കെ എന്ന് പറയുകയാണ്. സത്വം സമീഹിതമത സ്ഥിതിജന്മനാശം ഭൂദേഹിരം ച ജഗതോ ഭവബന്ധമോക്ഷൗ വായുര്യഥാ വിശദിഖം ച ചരാചരാഖ്യം സർവം തദാത്മകതയാവഗമോ വരുഞ്ജേ അവഗമാ സത്വം. അതായത് ജ്ഞാനസ്വരൂപനായ അങ്ങ് സമീഹിതം അത സ്ഥിതി ജന്മനാശം, അതായത് തന്നാൽ കൃതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി, ഉൽപ്പത്തി, വിലയം എന്നിവയെയും ഭൂതേഹിതം തന്നെ ജീവജാലങ്ങളുടെ ഹിതാഹിതത്തെയും ജഗത്തിൻ്റെ ഭവബന്ധമോക്ഷവും സംസാരം മോക്ഷം ഇവയെയും സർവം അങ്ങനെ സർവവും വായു യഥാ ചരാചരാഖ്യം എപ്രകാരം ചരവും അചരവുമായ അതായത് ശരീരത്തെയും ഖം ച ആകാശത്തെയും ആവിശതി തഥാ ആവേശിച്ചിരിക്കുന്നുവോ അപ്രകാരം അവയുടെ എല്ലാം തത് ആത്മകതയാ അവയുടെ എല്ലാം ആത്മഭാവത്വേന അങ്ങ് അവരുൻസേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാണ്. എന്താണ് ഭഗവാൻ എങ്ങനെയാണ് ഈ ഒരു ദ്വിപരാർദ്ധകാലം കൊണ്ട് ഏറ്റവും ആയുഷ്മാനായിട്ടുള്ള ബ്രഹ്മാവും പിന്നെ ഞാനും അതുമാതിരി മരീച്യാദി മഹർഷിമാരും കൂടിയിട്ട് സാത്വിക സൃഷ്ടിയിലുള്ള ഉൾപ്പെട്ടവരാണ് ഞങ്ങൾ കൂടിയിട്ട് അങ്ങയുടെ തത്വം അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മായയിലടിയപ്പെട്ട ആൾക്കാർക്ക് അറിയാൻ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുമോ? അങ്ങനെയാണ്. കാരണം ജ്ഞാനസ്വരൂപനായിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയ്ക്ക് കാരണഭൂതനും അവയെപ്പറ്റിയും അതേ സമയത്ത് തന്നെ ജനങ്ങളുടെ ഹിതാഹിതങ്ങളെയും ബന്ധമോക്ഷ കാരണങ്ങളെയും ഇതെല്ലാം പരിപൂർണമായിട്ട് അങ്ങയ്ക്കറിയാം. അങ്ങയുടെ ആ അവസ്ഥ ഈ ചരാചരങ്ങളെയും ആകാശത്തെയും ആകമാനം തന്നിൽ ഒതുക്കിയിരിക്കുന്ന വായുവിൻ്റേത് പോലെയാണെന്നാണ്. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ സർവനിയന്താവായിട്ട് സർവ അന്തര്യാമിയായിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് അങ്ങ് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ്, അവതാരാമയാ ദൃഷ്ട രമമാണസ്യ തേ ഗുണൈ സോഹം തദ്ദ്രഷ്ടുമിച്ഛാമി
യത്തേ യോഷിൽ വപുദ്രുതം. ഇനിയിപ്പോൾ എന്താണ് എൻ്റെ അപേക്ഷ അങ്ങയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണൈ രമമാണസ്യ, അങ്ങുണ്ടല്ലോ ഈ നിർഗുണ ബ്രഹ്മ ആണെങ്കിൽ കൂടിയിട്ട് പ്രകൃതി ഗുണങ്ങളോടൊത്ത് രമിക്കുന്നവനായ തേ അവതാര, അങ്ങയുടെ പലതരത്തിലുള്ള അവതാരങ്ങൾ മയാ ദൃഷ്ടാൽ ഞാൻ ഇതാ കാണുണ്ടായിട്ടുണ്ട് ഇതുവരെ. തേ ധൃതം എന്നാൽ അങ്ങയാൽ ഇപ്പോൾ സ്വീകരിക്കപ്പെട്ട യൽ യോഷിൽ വപു, ആ സ്ത്രീ ശരീരം ഉണ്ടല്ലോ അത് തൽ ദ്രഷ്ടും സ അഹം ഇച്ഛാമി, അതെനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റിയില്ല. അതെനിക്കത് ഒന്നും കൂടി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കണമെന്നാണ് പറയണം. യേന സമ്മോഹിതാ ദൈത്യ പായിരാശ്ചാമൃതം സുരാ തൽദിദൃക്ഷവായാത പരം കൗതൂഹലം ഹിനാ. അത് വീണ്ടും ഉറപ്പിച്ച് അതന്നെ പറയാണ്. യേന ദൈത്യം എന്താണ് അങ്ങയുടെ ആ മഹത്തായിട്ടുള്ള ആ സ്ത്രീരൂപം കാരണം ഈ ദൈത്യ സമ്മോഹിത അസുരന്മാരെല്ലാവരും മോഹത്തിന് വശംവദരാവുകയും സുരാ അമൃതം പായിരാജ ദേവന്മാരെ അമൃതം കുടിപ്പിക്കുകയും ചെയ്തില്ലേ. ആ രൂപം ന പരം കൗതൂഹലം ഹി, ഞങ്ങൾക്ക് വല്ലാത്ത കൗതുകമുളവാക്കുകയാണ്. കാരണം എന്താണ്, ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല, അങ്ങനെ ആ രൂപം ഒന്ന് കാണണം എന്നുള്ളത് തോന്നുന്നു, അല്ലാണ്ട് കൗതുകം തോന്നുന്നു എന്ന് പറയാൻ. അതുകൊണ്ട് ദിദൃക്ഷവ ആ ദർശിക്കാൻ ഇച്ഛിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ശ്രീശുവാച ഏവം അഭ്യർത്ഥിതോ വിഷ്ണുർ ഭഗവാൻ ശൂലവാണിന പ്രഹസ്യ ഭാവഗംഭീരം ഗിരീശം പ്രത്യഭാഷത. ശൂലവാണിന ഏവം അഭ്യർത്ഥിത. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, പരമേശ്വരനാൽ ഇങ്ങനെ അഭ്യർത്ഥിക്കപ്പെട്ട ഭഗവാൻ വിഷ്ണു ഭാവഗംഭീരം പ്രഹസ്യ നല്ല സാര ഗർഭമാവുന്ന രീതിയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗിരീശം പ്രത്യഭാഷത, ആ പൊട്ടിച്ചിരിക്ക് നല്ല അർത്ഥം ഉണ്ടായതാണ്, അതാണ് സാരഗർഭാണെന്നാണ്. അതുകൊണ്ടാണ് ഭാവഗംഭീരം എന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പരമേശ്വരനോട് പറഞ്ഞു. എന്താണ്? ശ്രീ ഭഗവാനുവാച കൗതൂഹലായ ദൈത്യാനം യോഷിവേഷോ മയാകൃത പശ്യതാസുരകാര്യാണി ഗതേ പീയൂഷഭാജനേ. ഏതാണ് പീയൂഷഭാജനേ ഗതേ? അതായത് അമൃതകലശം കയ്യിൽ നിന്ന് പോയ സമയത്ത് ആ സുരകാര്യാണി പശ്യത, ദേവകാര്യങ്ങളൊക്കെ വളരെ വിഷമത്തിലായി എന്ന് മനസ്സിലാക്കിയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന മയ എന്നാൽ ദൈത്യാനാം കൗതൂഹലായ ആ അസുരന്മാർക്കൊരു കൗതുകം ജനിപ്പിക്കാനായിട്ട് യോഷിൽ വേഷകൃത ആ സ്ത്രീരൂപം ധരിക്കുകയാണ് ഉണ്ടായത്. തത്തേഹം ദർശയിഷ്യാമി ദിദൃക്ഷോസുരസത്തമ കാമിനം ബഹുമന്തവ്യം സങ്കൽപ്പ പ്രഭവോദയം. അതൊന്നുകൂടി പറയാണ്. ഹേ സുരസത്തമ, അല്ലയോ ദേവശ്രേഷ്ഠാന്ന് അദ്ദേഹത്തിനെ വിളിച്ച് നേരത്തെ പറഞ്ഞില്ലേ, ആ സാരഗർഭമാം മണ്ണെന്ന് പറഞ്ഞില്ലേ, അതായത് അങ്ങക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാണ് ആ സ്ത്രീരൂപം. അതെങ്ങനെയാണ്? സുരസത്തമാം, അത് അങ്ങ് കാണാൻ ആഗ്രഹിക്കുന്നത് കാണിക്കുക. കാമിനാം ബഹുമന്തവ്യം സങ്കല്പ പ്രഭവോദയം. അതായത് എങ്ങനെയാണ് കാമികൾക്കായിട്ടുള്ള ആൾക്കാർക്ക് അത്രയധികം ആസ്വാദ്യമാകും. അതായത് ഈ വിഷയത്തിൽ ആഗ്രഹമുള്ള ആൾക്കാർക്ക് മാത്രം അത് ഏറ്റവും അധികം അവരെ ഭ്രമിപ്പിച്ചു പോകുന്നു പറയാൻ. കാരണം എന്നെ വളരെ കാമവികാരോദ്ദീപകമായിട്ടുള്ളതാണ് അതാണ് സങ്കല്പപ്രഭവോദയം എന്നുള്ളത്. അത് ഞാൻ എന്താ കാണിച്ചു തരാമെന്ന് പറയുകയാണ്. സങ്കല്പപ്രഭ എന്ന് വെച്ചാൽ ഒന്നുകൂടി ഉണ്ട്, കാമദേവൻ എന്നുകൂടി അർത്ഥമുണ്ട്. അതായത് കാമന്റെ വികാരങ്ങളെ മുഴുവൻ ഉദ്ദീപകമാക്കുന്ന രീതിയിലുള്ളതാണ് ആ സ്ത്രീരൂപം. അത് കാരണം വെച്ചാൽ കാമികളായിട്ടുള്ള ആൾക്കാർ വല്ലാതെ ഭ്രമിച്ചു പോവും. അതാണ് സുരോത്തമ എന്ന് പരമേശ്വരനെ വിളിച്ചത്. അങ്ങക്ക് എത്രത്തോളം ഇതിനെ നീന്തി, കാരണം അദ്ദേഹം ആ കാമദേവനെ കൂടി ജയിച്ച ആളാണല്ലോ. അപ്പം അങ്ങക്ക് പരിഭ്രമം ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചനയാണിതിൽ. ശ്രീശുവാച ഇതി ബ്രുവാണോ ഭഗവാൻ തത്രൈവാന്തരധീയത സർവതശ്ചാരയം ചക്ഷുർ ഭവാസ്തേ സഹോമയാ. ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരിക്കെ ഇതി ബ്രുവാണ ഭഗവാൻ തത്ര ഏവ അന്തരധീയത, പെട്ടെന്ന് ഭഗവാൻ അവിടെ തന്നെ ഇങ്ങോട്ട് മറഞ്ഞു പരമേശ്വരന്റെ മുമ്പിൽ വെച്ചിട്ട്. ഭവ ഉമയാസഹ സർവത ചക്ഷു ചാരയൻ ആസ്തേ. പരമേശ്വരൻ പാർവതീദേവി ഭൂതഗണങ്ങളോടൊക്കെ കൂടിയിട്ട് എവിടെ ഭഗവാൻ പോയത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കണ്ണുകളോട് നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ തന്നെ വൈകുണ്ഠത്തിൽ തന്നെ ഇരിപ്പായി. തതോദർശോപവനേ വരസ്ത്രിയം വിചിത്രപുഷ്പാരുണവല്ലഭദ്രുമേ
വിക്രീഡതീം കന്തുകലീലയാലസൽ ദുകൂലപര്യസ്തനിദംബമേഖലം. പെട്ടെന്ന് അല്ലെങ്കിൽ ആ സമയത്താണ് തഥാ വിചിത്ര പുഷ്പ അരുണ പല്ലവ ദ്രുമേ, അതായത് പല പ്രകാരത്തിലുള്ള പൂക്കൾ, നല്ല ചെന്തളിരുകൾ നിറഞ്ഞ അങ്ങനെ എല്ലാം നിറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ ഇടങ്ങി നിൽക്കുന്ന ഉപവനി, ഒരു പൂങ്കാവനാണ് അപ്പോൾ അവിടെ കാണാൻ തുടങ്ങിയത്. പെട്ടെന്ന് അവിടെ മറിഞ്ഞിട്ടേ ഭഗവാൻ പറഞ്ഞപ്പോഴേക്കും അതിമനോഹരമായിട്ടുള്ളൊരു പൂങ്കാവനം മുമ്പിലാണ് കാണാൻ തുടങ്ങി. അവല് ലസൽ ദുകൂല പര്യസ്ത നിതംബ മേഖല, നല്ല ജ്വലിക്കുന്ന പട്ടുവസ്ത്രം ഞുറിഞ്ഞെടുത്തുള്ള അരക്കെട്ടിൽ കെട്ടിയുള്ള അരഞ്ഞാണത്തോടു കൂടിയവളും കന്തുകലിയിലയാ വിക്രീഡതിയും, കയ്യിലൊരു പന്ത് ഇങ്ങനെ തട്ടി തട്ടി കളിച്ചുകൊണ്ട് ഇങ്ങനെ ക്രീഡിക്കുന്നവളുമായിട്ടുള്ള ഒരു ഉത്തമ സ്ത്രീയെ, വരസ്ത്രീയം ദർശ, അതിസുന്ദരിയായിട്ടുള്ള ഒരു ഉത്തമ സ്ത്രീയെ ദർശിച്ചു എന്നാണ്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, അസുരന്മാർക്ക് ഏത് സ്ത്രീകളായാലും കൗതുകം തോന്നും. ഇവിടെ അങ്ങനെയല്ല, സുരോത്തമനായിട്ടുള്ള പരമേശ്വരനാണ്. അപ്പം അദ്ദേഹത്തിന് എന്താ ഉതകുന്ന രീതിയിൽ അദ്ദേഹത്തിനെയും കൂടി കാമം ജനിപ്പിക്കാൻ, കാരണം പണ്ട് ചുട്ട് വെണ്ണീരാക്കിയുണ്ട കാമദേവനെ പരമേശ്വരൻ. അപ്പോൾ ഇവിടെ കാമോദ്ദീപകമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാമം ജനിക്കും. അപ്പോൾ കാമം വേണ്ടെച്ചാൽ അതിൽ പകരം വീട്ടിനെ ചെയ്യുന്നൊക്കെ ഭഗവാൻ അങ്ങനെ ആ അർത്ഥഗർഭമായിട്ടുള്ള ആ പുഞ്ചിരിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരമേശ്വരനെ ഭ്രമിക്കാൻ വേണ്ടി സുന്ദരി സർവ്വലക്ഷണ സമ്പന്നയായിട്ടുള്ള പൂർണ്ണ അവസ്ഥയിലെ സ്ത്രീത്വമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് പറയണത് ആ വരസ്ത്രീയം എന്നുള്ള വാക്കിനർത്ഥം. പിന്നെയോ ആവർത്തനോദ്വർത്തന ഗംഭീരസ്തന പ്രകൃഷ്ടഹാരോരുവരൈ പദേ പദേ പ്രപജ്യമാനാമിവ മധ്യതശ്ചലൽ പദപ്രവാളം നയതിം തതസ്തഥാ. ആവർത്തന ഉദ്വർത്തന കമ്പിതസ്തന പ്രകൃഷ്ട ഹാര ഉരുവരൈ, അതായത് ഈ പന്ത് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ അടിക്കുക, അങ്ങോട്ട് മേപ്പോട്ടും കൊണ്ട് ചടന്ന സമയത്ത് കുമ്പിടാതെ നിവർന്ന് നിൽക്കുക. ആ സമയത്ത് ഇങ്ങനെ മാരടങ്ങളുണ്ടല്ലോ, അതങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടും താണുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തുമാലകളിലൊക്കെ ഭാരം കൊണ്ട് ഓരോ അടിവെപ്പിലും പതേ പതേ മധ്യത പ്രപജ്യമാനാം ഇവ, നടുങ്ങനെ താഴെ ഒടിഞ്ഞു പോകുമോ ഭാരം കൊണ്ടത് തോന്നും എന്ന് തോന്നിക്കുന്നവളും ചലൽ പദപ്രവാള, അങ്ങനെ ചലിക്കുന്ന തളിരോടിന് തുല്യമായിട്ടുള്ള പാദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നയിക്കുന്നവളും ദിക്ഷുഭ്രമൽ കന്തുകചാവലൈർഭൃശം പ്രോദ്വിഗ്ന താരായതലോലലോചനം സ്വകർണ വിഭ്രാജിത കുണ്ടലോല്ലസൽ കപോല നീലാളകമണ്ഡിതാനനം. ദിക്ഷു ഭ്രമൽ കന്തുകചാവലൈ, അതായത് പന്ത് ഇങ്ങനെ തട്ടിത്തരിക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ആ പന്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ദിക്ഷു അങ്ങും ഇങ്ങുമായി മാറി മറിഞ്ഞിരിക്കുന്ന പന്തിൻ്റെ ചലനത്തിനൊത്ത് പ്രോദ്വിക്കുന്ന താര ആയത ലോല ലോചന, അമ്പരപ്പ് തോന്നിക്കുന്ന നല്ല കരിമിഴികളോട് കൂടിയിട്ടുള്ള നീണ്ട കണ്ണിണകളോട് കൂടിയവളാണ്. അവളിങ്ങനെ ആ പന്തിൻ്റെ പോക്ക് ഇങ്ങനെ അങ്ങോട്ടും നോക്കിക്കൊണ്ട് തന്നെ അടി കളിച്ചുകൊണ്ടാണെന്ന് ചെയ്യണത്. പിന്നെയോ അതേ സമയത്ത് സ്വകർണ വിഭ്രാജിത കുണ്ടല ഉല്ലസൽ കപോല നീല അളക മണ്ഡിത ആനനം, ആ ചെവിയിലിങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളുടെ കാന്തി ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. അതിങ്ങനെ കവിൾത്തടത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല കറുത്ത കുറുനിരകളും കൂടെ അലങ്കൃതമായിട്ടുള്ള മുഖത്തോടു കൂടിയവളാണ് അവള്. ശ്ലതദ്ദുകൂലം കബലിം ചവിച്യുതം സന്നഹ്യതിം വാമകരേണ വൽഗുന വിനിഗ്നതിം അന്യകരേണ കന്തുകം മോഹയന്തിം ജഗതാത്മമായയാ. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ ഇടയിലുണ്ടല്ലോ വിച്യുതാം കബരിയും, ആ തലമുടി പെട്ടെന്ന് കാണിച്ച കെട്ടങ്ങടെ അഴിഞ്ഞ് വീഴും. അപ്പോൾ ആ വാർമുടിക്കെട്ടിനെ എന്ത് ചെയ്യണു, ശ്ലത ദുകൂലം ഒപ്പം തന്നെ ആ പട്ടുവസ്ത്രവും മെല്ലെ ഇങ്ങനെ അഴിഞ്ഞ് കുറേശ്ശെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അപ്പോൾ അതിനെയും ദുകൂലം ച വൽഗുന വാമകരേണ സന്നഹ്യതി, ഇതിൽ രണ്ടിനും ഇടത്തെ കൈ കൊണ്ട് ഇടയ്ക്ക് തലമുടി മേപ്പെട്ട് ഇങ്ങനെ ആക്കും. അതേമാതിരി ഇടത്തെ കൈ കൊണ്ട് വസ്ത്രത്തിനെ ഒന്നിനും പിടിച്ച് അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ടോ മറ്റേ കൈ എപ്പോഴും ഇതാണ് അന്യകരേണ കന്തുകം മറ്റേ കയ്യിൽ ആ പന്തുകളിൽ നിർത്തണില്ല, അതുകൊണ്ട് ഇങ്ങനെ പന്ത് അടിച്ചടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജഗൽ ആത്മമായയാ വിമോഹയന്തീം, അതുകൂടി ആ സമയത്ത് തൻ്റെ അതിമനോഹരമായിട്ടുള്ള സൗന്ദര്യം കൊണ്ട് അതിൻ്റെ മായാവൈഭവം കൊണ്ട് ജഗത്തിനെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ടാണ് ആ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ ആ ചലനങ്ങളെ. താം വീക്ഷ്യദേവ ഇതി കന്തുകലീലയേഷൽ വ്രീഡാസ്ഫുടസ്മിത വിശിഷ്ട കടാക്ഷമുഷ്ട സ്ത്രീ പ്രേക്ഷണ
പ്രതിശമീക്ഷണ വിഹ്വലാത്മാ ആത്മാനമന്തിക ഉമാം സ്വഗണംശ്ച വേദ. താം വീക്ഷ്യ, ഇങ്ങനെ അതിസുന്ദരിയായിട്ടുള്ള ഈ മോഹിനിയെ കണ്ടിട്ട് ദേവ ശ്രീരുദ്രൻ ഈ വിധത്തിലുള്ള കന്തുകലീലയ ഈശൽ വ്രീഡ അസ്ഫുടസ്മിത വിസൃഷ്ട കടാക്ഷമുഷ്ട ഇങ്ങനെ പന്ത് കളിച്ചുകൊണ്ട് ചെറുതായിട്ടുള്ള ലജ്ജയോട് കൂടിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കണം എന്നുള്ള വ്യക്തമാകാത്ത രീതിയിലുള്ള ആ ഭാവത്തോട് കൂടിയിട്ടുള്ള ഇടയ്ക്ക് അങ്ങനെ ഒരു നോട്ടം പരമേശ്വരനെ മോത്തിക്കാണ്ട് നോക്കി. അതിൽ തന്നെ പരമേശ്വരൻ എന്താണ് വഞ്ചിതനായി എന്ന് പറയണം കേട്ടോ. സ്ത്രീ പ്രേക്ഷണ പ്രതിസമീക്ഷണ വിഹ്വലാത്മാ, ആ സ്ത്രീയുടെ നോട്ടത്താലും പകരം അങ്ങോട്ടുള്ള വീക്ഷണത്താലും ആ നിലതെറ്റിയ മനോവ്യാപാരത്തോട് കൂടിയവനായിട്ട് ആത്മാനം തന്നെയും അന്തികേ ഉമാം തൻ്റെ സമീപത്തിരിക്കുന്ന ശ്രീ പാർവതീദേവിയെയും സ്വഗണാൻ തന്നെ പാർഷദന്മാരെയുള്ള ഭൂതഗണങ്ങളും കൂടേണ്ടതെന്നും നവേദ അറിയുന്നത് അതൊക്കെ അദ്ദേഹം മറന്നുപോയി മോഹിനിയെ കണ്ട് ഭ്രമിച്ചിട്ട് എന്ന് പറയുകയാണ്. ആ കാമപാരവച്യത്തിന് വശംവദനായിട്ട് തന്നെ ഇവരൊക്കെ മറന്നു പറയുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ ആ എന്താണ് സങ്കല്പപ്രഭവം കാമോദകം പ്രഭവോദകം എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് കാമദേവന്റെ അതിലാണ് വീണു പരമേശ്വരനും. തസ്യാകരകൾ സതു കന്തുകോ യദാ ഗതോ വിദൂരം തമനും വ്രജൽ സ്ത്രീയാ വാസസൂത്രം ലഘുമാരുതോഹൽ ഭവസ്യ ദേവസ്യ കിലാനുപശ്യത. എന്തിനു പറയണു? പെട്ടെന്ന് സ കന്തുകത്തു ആ പന്താകട്ടെ തസ്യാകരാഗ്രാൽ യഥാ വിദൂരം തഥാ, അതായത് ആ പന്ത് ഇങ്ങനെ കളിച്ചു കൊടുക്കും. പെട്ടെന്ന് ആ പന്ത് കുറച്ച് ദൂരത്തേക്ക് അങ്ങോട്ട് തെറിച്ചു പോയി. ആ സമയത്ത് ദേവസ്യ ഭവസ്യ അനുപശ്യത, അതായത് പരമേശ്വരൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണി വയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തം അനുവ്രജൽ സ്ത്രീയാ, ആ പന്ത് മുമ്പിലേക്ക് പോയപ്പോൾ അതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന അങ്കനയുടെ ലഘുലോലമായിട്ടുള്ള ഉടുവസ്ത്രത്തെ മാരുത സസൂത്രം അഹരൽ കില, പെട്ടെന്ന് ആ വസ്ത്രത്തെ കാറ്റ് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി എന്ന് പറയുകയാണ്. എന്തിനു പറയണു? ഏവം തം രുചിരാവാങ്ക്യം ദർശനീയം മനോരമം ദൃഷ്ട്വാ തസ്യം മനശ്ചക്രേ വിഷജ്ജദ്യം ഭവത്കില. ഏവം ഈ അവസ്ഥയിൽ രുചിരാവങ്ക്യം ദർശനീയം, അതായത് മനോഹരമായിട്ടുള്ള ആ കടാക്ഷ വീക്ഷണത്തോടു കൂടിയവളും കാണാൻ നല്ലവളും മനോരമ മനസ്സിനെ രമിപ്പിക്കുന്നവളുമായ താം ദൃഷ്ട്വ അവളെ കണ്ടിട്ട് ഭവ പരമേശ്വരൻ വിഷജ്ജന്ത്യ കടാക്ഷപൂർവം നോക്കി ആസക്തി പ്രദർശിപ്പിക്കുന്ന തസ്യാം അവളിൽ മനചക്രേ കില, മനസ്സങ്ങോട്ട് ഭ്രമിച്ചുപോയി എന്നാണ് പറയുന്നത് പോലും എന്നാണ്. അതാണ് കില എന്നാ പറയണത്. അതായത് ഭാഗവത കർത്താവ് അതിനെ കൂടി വിശ്വസിക്കാൻ അതാണ് ഭവക്കില എന്നുള്ള ഈ ശബ്ദങ്ങൾ ഇങ്ങനെ പറയണത് എന്നാണ് ശ്രീധരാചാര്യ പറയണത്. അപ്പോൾ അതത്രേ അന്യരുടെ കഥ പരമേശ്വരൻ പോലും ഭ്രമിച്ചു പോയി, അപ്പോൾ അന്യരുടെ കഥ പറയാനുണ്ടോ എന്ന് ഉദ്ദേശിച്ചിട്ടാവാം ഭവക്കില എന്നുള്ള ശബ്ദങ്ങൾ. തയാവഹൃത വിജ്ഞാന തൽകൃത സ്മര വിഹ്വല ഭവാന്യ അഭിപശ്യന്ത്യാ പശ്യന്ത്യ ഗതഹ്രീ തപ്പദം യയൗ. ആലോചിച്ച് നോക്കൂ. തയാ അപഹൃത വിജ്ഞാന, അവളാൽ അപഹരിക്കപ്പെട്ട വിവേകത്തോടു കൂടിയിട്ടും തൽകൃത സ്മര വിഹ്വല, അവളാൽ സൃഷ്ടിക്കപ്പെട്ട കാമപാരവശ്യത്തോടും കൂടിയിട്ട് ഭവാന്യ പശ്യന്ത്യ അഭി, ശ്രീ പാർവതി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തത്പദം യയോ, അവളുടെ പിന്നാലെ ഇങ്ങോട്ട് പോയി എന്ന് പറയാണ്. ആരുടെ? ഈ മോഹിനിയുടെ പിന്നാലെ പരമേശ്വരൻ. സാതമായന്തമാലോക്യ വിവസ്ത്രാ വീഡിതാ വൃഷം ലീയമാനാ വൃക്ഷേഷു ഹസന്തി നന്വതിഷ്ഠതാ. വിവസ്ത്ര സാ ആയാന്തം തം ആലോക്യ, നഗ്നയായിട്ടുള്ള അവള് തൻ്റെ അടുക്കലേക്ക് വരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് വൃഷം വളരെയധികം ലജ്ജിച്ചുകൊണ്ട് ഹസന്തി ചിരിച്ചും കൊണ്ട് വൃക്ഷേഷു നിലീയമാന, മരങ്ങൾക്കിടയിൽ അങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ട് ഒരിടത്തും അങ്ങനെ മരങ്ങളുടെ ഇടയിൽ മാറിക്കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ട് ഒളിച്ചു കളിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. താമന്വഗച്ഛൽ ഭഗവൻ ഭവ പ്രമുഷിരേന്ദ്രിയ കാമസ്യ ച വശം നീത കരേണുമിവ യൂഥവാ. ഭഗവാൻ ഭവ,
ഭഗവാനായിട്ടുള്ള പരമേശ്വരൻ കാമസ്യ വശം നീത, ആ കാമദേവൻ്റെ വശത്തിലേക്ക് അങ്ങോട്ട് നയിക്കപ്പെട്ടിട്ട്, കാമത്തിൻ്റെ വശത്തിലേക്ക് നയിക്കപ്പെട്ടിട്ട് പ്രമുഷിതേന്ദ്രിയ കൈമോശം വന്ന ഇന്ദ്രിയ ശക്തികളോടുകൂടി, അതാ ഇന്ദ്രിയ ശക്തിയൊക്കെ അദ്ദേഹത്തിന് കൈവിട്ടുപോയി. എന്നിട്ടോ യൂഥഭ ഇവ താം അന്വകച്ച, ഒരു ആനത്തലവൻ ഒരു പിടിയാനയുടെ പിന്നാലെ എന്ന പോലെ അവളെ അങ്ങനെ പിന്തുടരാൻ തുടങ്ങി എന്ന് പറയുകയാണ്. സോനും വ്രജാതിവേഗേന ഗൃഹീത്വാനിച്ഛതിം സ്ത്രിയം കേശവന്തൗപാനീയ ബാഹുഭ്യാം പരിഷസ്വജേ. അദ്ദേഹം അതിവേഗേന അനുവ്രജ, അതിവേഗത്തിൽ അവളുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് അനിച്ഛതിയും സ്ത്രീയം, അവളെ അനുകൂലിക്കണമെന്നില്ല, അങ്ങനെയുള്ള അവളെ, ആ സ്ത്രീയെ കേശവന്തേ തലമുടിക്കെട്ടിലാണ് കടന്നു പിടിച്ചിട്ട് ഉപാനീയ തന്നിലേക്ക് അണച്ചിട്ട് ബാഹുഭ്യാം പരിഷസ്വജി, അങ്ങനെ രണ്ട് കൈകളും കൂടി ഇങ്ങോട്ട് വാരിപ്പുണർന്നു. ശോഭകൂടാ ഭഗവതാ കരിണാ കരിണീയത ഇതസ്തവ പ്രസർപ്പന്തി വിപ്രകീർണ ശിരോരുരാ. കരിണാ കരിണീയത, അതായത് ഒരു കൊമ്പനായാൽ ഓടിപ്പിക്കപ്പെട്ട ഒരു പിടിയാന എന്ന പോലെ ഭഗവതാ ഉപഗൂഢ, ഭഗവാനാൽ ഗാഠമാം വണ്ണം ആലിംഗനം ചെയ്യപ്പെട്ട അവൾ വിപ്രകീർണ ശിരോരുക, അഴിഞ്ഞു ചെറിയ തലമുടിയോട് കൂടിയിട്ട് തലങ്ങും വിലങ്ങും ഇതസ്തവ പ്രസപ്പന്തി, കുതറി പാഞ്ഞുകൊണ്ടേയിരുന്നു പറയുകയാണ്. പരമേശ്വരൻ എന്താണ് കയറിച്ചത്, ആലിംഗനം ചെയ്യാൻ പുറപ്പെടും, കുതറി ചാടിയിട്ട് വീണ്ടും അവൾ മുമ്പിലേക്ക് അങ്ങനെ ഓടും. ആത്മാനം മോചയിത്വാംഗ സുരക്ഷഭുജാന്തരാൽ പ്രാദ്രവത്സാ മൃദുശ്രോണി മായാദേവ വിനിർമ്മിത. ഹേ അംഗ, പരീക്ഷത്തെ നോക്കൂ, ആലോചിച്ച് നോക്കൂ, ദേവവിനിർമ്മിത മായ, അതായത് സാക്ഷാൽ മഹാവിഷ്ണുവാൽ ഉണ്ടാക്കപ്പെട്ടുള്ള ഈ മായയായിരുന്ന പൃഥുശ്രോണി, ആ നല്ല തടിച്ച നിതംബത്തോടു കൂടിയിട്ടുള്ള ആ സുന്ദരഭുജാന്തരാൽ ദേവശ്രേഷ്ഠൻ്റെ പിടിയിൽ നിന്ന് ആത്മാനം മോചയിത്വ, തന്നെ അങ്ങനെ വിടുവിച്ചിട്ട് അങ്ങനെ ഓടിപ്പോയി എന്ന് പറയുകയാണ്. തസ്യാസൗ പദവിം രുദ്രോ വിഷ്ണോരത്ഭുതകർമ്മണ പ്രത്യപദ്യത കാമേന വൈരിണേവ വിനർജിത. നേരത്തെ പറഞ്ഞില്ലേ, കാമദേവൻ പുറപ്പെടും, അങ്ങയുടെ ശത്രുവായുള്ള കാമദേവൻ എന്നെ വശംവദനായി തരാം ഒരു പക്ഷേ എന്നൊക്കെ സൂചിപ്പിച്ചു. അതന്നെയാണ് വൈരിണ കാമേന വിനർജിത. ഇവ എന്നാണ് പറഞ്ഞത്, ശത്രുവായിട്ടുള്ള കാമദേവനാൽ വിനിർജിത, തീരെ പരാജിതനാക്കപ്പെട്ടവനെ പോലെയായ എന്നാണ് ഇവ. അസൗ രുദ്ര, ഈ പരമേശ്വരൻ അത്ഭുതകർമ്മണ തസ്യ വിഷ്ണോ പദവിം പ്രത്യപദ്യത, അത്ഭുതകർമ്മങ്ങൾ നടത്തുന്ന ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മാർഗത്തെ തേടിപ്പോയി എന്ന് പറയുകയാണ്. അതായത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഈ മോഹിയുടെ പിന്നാലെ പരമേശ്വരൻ അങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ്, തൻ്റെ ശത്രുവായിട്ടുള്ള കാമദേവന് വശത്തായിട്ട്. തസ്യാനുതാവതോരേത ചസ്കന്ദാമോഹരേതസ ശുഷ്മിണോ യൂതപസ്യേവ വാസിതാമനുധാവത. വാസിതാം അനുധാവത ശുഷ്മിണ യൂതപസ്യ ഇവ. അതായത് ഒരു പിടിയെ പിന്തുടർന്ന് ഓടുന്ന കാമതാപ വിവശനായ, അതായത് ശുഷ്മിണ യൂത ഒരു കൊമ്പൻ്റെ എന്ന പോലെ താം അവളെ പിന്തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന അമോഘരേതസ, ഒരിക്കലും നിഷ്ഫലമാകാത്ത വീര്യത്തോടു കൂടിയ ആ അദ്ദേഹത്തിൻ്റെ രേതസ് സ്ഖലിച്ചു എന്നാണ് പറയുന്നത്. യത്ര ആവതൻ മഹ്യം രേതസ്തസ്യ മഹാത്മന താനി രൂപ്യസ്യ ഹേമ്നശ്ച ക്ഷേത്രാന്യാസന്മഹീപതേ. പരീക്ഷത്തെ, എവിടെ മഹാത്മാവായുള്ള ആ പരമേശ്വരൻ്റെ രേതസ് ഭൂമിയിൽ എവിടെയൊക്കെ വീണുവോ അവിടങ്ങളൊക്കെ രൂപ്യസ്യ ഹേംനച്ച, വെള്ളിയും സ്വർണത്തിൻ്റെയും ക്ഷേത്ര വിളനിലങ്ങളായിട്ട് മാറിത്തീർന്നു എന്ന് പറയുകയാണ്. സരിൽ സരസ്വ ശൈലേഷു വനേഷു ഉപവനേഷു ച എത്ര ക്വജാസൻ ഋഷയ തത്ര സന്നിഹിതോകരാ. സരിൽ സരൽസു, നദികള് തടാകങ്ങള്, ശൈലേഷു പർവ്വതങ്ങളില്, വനേഷു കാടുകളില്, ഉപവനേഷു ഉദ്യാനങ്ങളിൽ, ഇങ്ങനെ എത്ര എവിടെയൊക്കെ ഋഷയ മഹർഷിമാരുണ്ടായിരുന്നോ തത്ര അവിടങ്ങളെല്ലാം ഹര സന്നിഹിത
സംഹാരമൂർത്തിയല്ല പരമേശ്വരൻ സന്നിഹിതനായി എന്ന് പറയുകയാണ്. അതൊക്കെ അവിടെയൊക്കെ പിന്നാലെ ഈ ഇതിൽ പാരവശ്യത്തോട് കൂടിയിട്ട് പരമേശ്വരൻ പിന്നാലെ ഓടിക്കൊണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചുറ്റിക്കറങ്ങി എന്ന് പറയുകയാണ് കേട്ടോ. ഈ ആത്മാനം ദേവമായയാ ജഡീകൃതം നൃപശ്രേഷ്ഠ സന്യവർത്തത കസ്മലാൽ. പരീക്ഷത്തെ വീണ്ടും രേതസി എപ്പോൾ ഈ രേതസ് സ്കലിച്ചു പോയോ ആ സമയത്ത് ദേവമായയാ ആത്മാനം ജഡീകൃതം അവശ്യൽ. അപ്പോഴാണ് അദ്ദേഹത്തിന് സ്വബോധം വന്നത്. അതായത് താൻ സ്വയം ചൈതന്യഹീനാക്കപ്പെട്ടു. അത് ആത്മാനം ജഡീകൃതം ഏതിനാൽ ദേവമായ മഹാവിഷ്ണുവിൻ്റെ മായ കൊണ്ട് താൻ സ്വയം ചൈതന്യഹീനാക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയ അദ്ദേഹം കസ്മലാൽ ഉടൻ തന്നെ തൻ്റെ ആ ചാവല്യവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഒരു നിമിഷത്തിന് അദ്ദേഹം തന്നെ മറന്ന് പിന്നാലെ ഓടിച്ചാലും പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് തൻ്റെ സ്വബോധം തിരിച്ചു കിട്ടി. അതാവഗതമാഹാത്മ്യ ആത്മനോ ജഗതാത്മന അപരിജ്ഞേയ വീരസ്യ നമേനേ തദുഹാത്ഭുതം. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് വിഷമമൊന്നും ഉണ്ടായില്ലെന്ന് പറയാണ്. കാരണം അതിൽ പിന്നെ അപരിജ്ഞേയ വീര്യസ്യ അളക്കാനരുതാത്ത വീര്യശാലിയും ജഗതാത്മന വിശ്വസ്വരൂപനും ആത്മന വിശ്വാത്മാവുമായ വിഷ്ണുവിൻ്റെ അവഗത മാഹാത്മ്യം എത്രയെന്ന് മനസ്സിലാക്കിയുള്ള പരമേശ്വരൻ അതൊന്നും തന്നെ അത്ഭുതമായിട്ട് നമ്മേനെ കരുതിയതൊന്നും ഇതെല്ലാം ഭഗവാനിൽ ഇതിലും വരെ ചെയ്യാൻ കഴിയും, ഇതൊന്നൊരു അത്ഭുതമല്ല എന്നുള്ള രീതിയിൽ പരമേശ്വരന് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല. ഏതായാലും തമവിക്ലമവ്രീഡമാലക്ഷ്യമധുസൂദന ഉവാച പരമപ്രീതോ ബിഭ്രൽ സ്വാം പൗരുഷീം തനും. തം അവിക്ലവം അവ്രീഡം ആലക്ഷ്യ. അങ്ങനെ ആ പരമേശ്വരനെ പാരവശ്യമില്ലാതെയും ലജ്ജിതനാകാതെയും കണ്ടിട്ട് പരമപ്രീത ഏറ്റവും പ്രീതനായ മധുസൂദന മഹാവിഷ്ണു സ്വാം പൗരുഷീം തനും തൻ്റെ ആ പുരുഷ സ്വഭാവമുള്ള ശരീരത്തെ ബിഭ്രൽ ധരിച്ചുകൊണ്ട് ഉവാച പറഞ്ഞു. ഇത് എന്തിനാണ് പരമേശ്വരനെ ശ്രീജിതനായിട്ട് കാണിക്കുന്നതല്ല ചെയ്തത്. പരമേശ്വരനെ കൂടി മോഹിപ്പിക്കാൻ കഴിയുന്നതാണ് ഭഗവാന്റെ മായ എന്ന് ആ അതിൻ്റെ വശ്യതയും അജയ്യാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സൂചിപ്പിച്ചത്. ശ്രീ ഭഗവാനുവാച ദിഷ്ട്യാത്വം വിഭുതശ്രേഷ്ഠ സ്വാം നിഷ്ഠാമാത്മനാ സ്ഥിത യന്മേ ശ്രീരൂപയാ സ്വൈരം മോഹിതോപ്യംഗമായയാ. ഭഗവാൻ പറഞ്ഞു, ഹേ അംഗ വിഭുതശ്രേഷ്ഠ പ്രിയങ്കരനായിട്ടുള്ള ദേവശ്രേഷ്ഠ മേ സ്ത്രീരൂപയാ മായ എൻ്റെ ഈ സ്ത്രീരൂപമായ മായ കൊണ്ട് സ്വൈരം മോഹിത അവി യഥേഷ്ടം മോഹിതനായി എന്ന് വരികിലും ത്വം ആത്മനാ സ്വാം നിഷ്ഠാം അങ്ങ് സ്വയം തന്നെ തൻ്റെ പ്രകൃതിയിലേക്ക് തൻ്റെ നിഷ്ഠയിലേക്ക് സ്ഥിത മടങ്ങിച്ചെന്നു. യത് ദിഷ്ട്യ അത് അങ്ങയുടെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയാണ്. കോതുമേതിതരന്മായം വിഷക്തസ്ത്വധൃതേ പുമാൻ താൻ വിസൃജതീം ഭാവാൻ ദുസ്തരാം ആകൃതാത്മഭീ ത്വഹൃദയ. അങ്ങയ്ക്കല്ലാണ്ട് കന്നുപോവാൻ വേറെ ഏതൊരുവനാണ് താൻ ഭാവാൻ വിസൃജതയും ഓരോ സമയത്ത് ഓരോരിക്കലും ഓരോ തരത്തിലുള്ള ഭാവങ്ങളെ ഉണ്ടാക്കുന്നതും ആത്മനിയന്ത്രണം ശീലിക്കാത്തവരാൽ ദുസ്തരം ചെറുത്തു നിൽപ്പാൻ അസാധ്യമായതുമായ മായ എൻ്റെ മായയെ വിഷക്ത ആസക്തനായതിൽ പിന്നെ അതിനെ സ്വയം വിട്ടുമാറുവാൻ പ്രാപ്തനാകുക ആർക്കും കഴിയില്ല. ഒരിക്കലും ഭഗവാന്റെ മായയിൽ വീണാൽ അങ്ങയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്, അങ്ങയുടെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമാണ് അങ്ങയ്ക്കത് കഴിഞ്ഞത് എന്ന് പറയുകയാണ്. കാരണം അങ്ങയ്ക്ക് അത്രയധികം ആത്മനിയന്ത്രണം ഉണ്ട്. സേയം ഗുണമയീ മായ നത്വം അഭിഭവിഷ്യതി മയാ സമേതാ കാലേന കാലരൂപേണ ഭാഗശ കാലസ്വരൂപനായ എന്നാൽ സൃഷ്ട്യാദി നിമിത്തങ്ങളാൽ കുറേശ്ശെയായി സമേത ചേർന്നു നിൽക്കുന്ന ഈ ഗുണമയിയായ മായ ത്വാം ന അഭിഭവിഷ്യത് അങ്ങയെ ഒരിക്കലും പരാഭവപ്പെടുത്തുന്നല്ല, അങ്ങയെ ഇനി ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല ഈ മായയ്ക്ക് എന്ന് പറയുകയാണ് പരമേശ്വരനോട് ഭഗവാൻ.
ശ്രീശുകവാച ഏവം ഭഗവതാ രാജൻ ശ്രീവത്സാംഗേന സത്കൃത ആമന്ത്രിതം പരിക്രമ്യ സഗണ സ്വാലയം യയോ. ശ്രീശുബ്രഹ്മർഷി പറയാണ് പരീക്ഷിത്തെ ഭഗവതാ ശ്രീവത്സാംഗേന ഏവം സൽകൃത. ഭഗവാനായ ശ്രീവത്സാംഗം വത്സം ധരിച്ചവനായ മഹാവിഷ്ണുവിനാൽ ഇപ്രകാരം സൽക്കരിക്കപ്പെട്ട ശ്രീ പരമേശ്വരൻ തം പരിക്രമ അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് ആമന്ത്ര്യ യാത്രാനുമതിയൊക്കെ വാങ്ങിയിട്ട് സഗണ സ്വാലയം യയോ തൻ്റെ ഭൂതഗണങ്ങളോടും പത്നിയോടുമൊക്കെ ഒപ്പം സ്വസ്ഥാനത്തേക്ക് തിരിച്ചു മടങ്ങി എന്ന് പറയുകയാണ്. ആത്മാംശഭൂതം താം മായാം ഭവാനീം ഭഗവൻ ഭവ സംസദാം ഋഷിമുഖ്യാനാം പ്രീത്യാജഷ്ടാദ ഭാരത. ഹേ ഭാരത, പരീക്ഷിത്തെ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. അതിന് ശേഷം എന്താണ് പരമേശ്വരൻ ചെയ്തത്? ഭഗവാൻ ഭവ, ഭഗവാനായിട്ടുള്ള പരമേശ്വരൻ ശംസതാം ഋഷിമുഖ്യാനാം തന്നെ പ്രശംസിക്കുന്ന ഋഷിമുഖ്യന്മാരെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാംശവും തൻ്റെ അംശത്താൽ തന്നെ ഉണ്ടായ താം മായാം, ആ മായാദേവിയായ ഭവാനിയും പാർവതിയോട് പ്രീതിപൂർവം ആചഷ്ട. മഹർഷിമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ മായയുടെ മാഹാത്മ്യം പരമേശ്വരൻ തൻ്റെ മായയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഭവാനിയോട് പാർവതി ദേവിയോട് പറയുകയാണ്. അവിവ്യവസ്യസ്ത്വം അജസ്യമായം പരസ്യ പുംസ പരദേവതായ അഹം കലാനാം ഋഷഭോ വിമുഖ്യേ യയാവശോന്യേ കിമുദാ സ്വതന്ത്ര. ആലോചിച്ചു നോക്കൂ, എന്താണ് പരദേവതായ പരസ്യപുംസ, എല്ലാവരുടെയും പരദേവതയും അതുമാതിരി പരമപുരുഷനുമായിട്ടുള്ള ജന്മാതിരഹിതനായിട്ടുള്ള ആ ഭഗവാന്റെ മായയെ അഭിത്വം വ്യവസ്യ, ഭവതി നല്ല പോലെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. യാതൊരു ആ മായയാൽ കലാനാം ഋഷഭ, എല്ലാ കലാവിദ്യകളുടെ എല്ലാം അധിപനായിട്ടുള്ള അഹം ഞാൻ കൂടി അവശനായി വിമുഹ്യേ മോഹിച്ചു പോകുന്നു. ആ സമയത്ത് അപ്രകാരമാണെങ്കിൽ അസ്വതന്ത്ര അന്യേക്കുമുത, അസ്വതന്ത്രന്മാരായിട്ടുള്ള മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് പരമേശ്വരൻ. യം മാമവൃച്ചൽ സ്വം ഉപേത്യയോഗൽ സമാസഹസ്രാന്ത ഉപാരതം വൈ സേഷ സാക്ഷാൽ പുരുഷപുരാണോ നയത്ര കാലോ വിശതേ നവേദ. സമാസഹസ്രാന്ത 1000 സംവത്സരങ്ങൾ കഴിച്ച സമയത്ത് യോഗസമാധിയിൽ നിന്ന് ഉപാരതം വിരമിച്ച മാം എന്നെ ഉപേത്യ സമീപിച്ച് യം വൈ ആരെയായിരുന്നു സമാധിക്ക് വിധേയനെന്ന് ത്വം അപൃച്ഛ നീ ചോദിക്കുകയുണ്ടായല്ലോ എന്ന് ചോദിക്കുകയാണ്. അതായത് പരമേശ്വരൻ അങ്ങനെ അനവധി നീണ്ട വർഷങ്ങളോളം അങ്ങനെ 1000 വത്സരം നീണ്ട സമാധിയിൽ അങ്ങനെ ഇരിക്കാറുണ്ട്. ആ സമയത്ത് അങ്ങനെ ഇരിക്കണത് പെട്ടെന്ന് പാർവതി ഒന്ന് ഉണർന്ന് ചോദിക്കും, ആരെ ധ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെ ഇത്രയധികം സമാധിയിൽ ഇരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതാണ് ആരെ എന്ന് ചോദിച്ചില്ല, ത്വം അപൃച്ഛ നീ ചോദിക്കുകയുണ്ടായില്ലേ. അതാ അദ്ദേഹം, ഞാൻ ആരെയാണ് സമാധി ചെയ്തിരുന്നത്? അദ്ദേഹം സാക്ഷാൽ പുരാണ പുരുഷ ഏഷ, ആ സാക്ഷാൽ ആദ്യ പുരുഷനായിട്ടുള്ള ഇദ്ദേഹമാണ്. എത്ര യാതൊരാളിൽ കാല ന വിശദേ വേദ ന, അതായത് കാലശക്തി ഒരിക്കലും അദ്ദേഹത്തിൽ പ്രവേശിക്കുന്നില്ല. അതുമാതിരി വേദത്തിനും കൂടി അദ്ദേഹത്തിനെ പ്രാപിക്കാൻ കഴിയില്ല, പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. പുരാണ പുരുഷനും കാലത്തിന് പോലും എത്താൻ കഴിയില്ല, വേദങ്ങൾക്ക് പോലും നിർവചിക്കാനാവാത്ത ഈ മഹാവിഷ്ണുവിനെയാണ് ഞാൻ എപ്പോഴും ധ്യാനിക്കാറുള്ളത് എന്ന് പാർവതി ദേവിയോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പരമേശ്വരൻ ഭഗവാൻ ശ്രീ വിഷ്ണു ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റിയിട്ട്. ശ്രീശുകൗവാച ഇതിരേ വിഹിതസ്ഥാത വിക്രമ ശാർംഗതന്വന സിന്ധോർ നിർമ്മദനേയേന ധൃതപൃഷ്ടേ മഹാജല. ശ്രീശുബ്രഹ്മർഷി കഥാമല്ലേ അവസാനിപ്പിക്കുകയാണ്. പരീക്ഷിത്തെ സിന്ധോ നിർമ്മദനെ, ഇങ്ങനെ സമുദ്രത്തിന്റെ മഥനം നടക്കവേ ഏന യാതൊരാളാൽ മഹാജല പൃഷ്ഠേ ധൃത, മന്ദരപർവ്വതം തന്റെ മുതുകിൽ താങ്ങി നിർത്തപ്പെട്ടിരുന്നുവോ. തസ്യ, ആ ചാക്ഷുരമന്നന്തരത്തിൽ അജിതൻ എന്ന പേരിൽ അവതരിച്ച ശാർംഗധന്വായ വിഷ്ണു ഭഗവാന്റെ വിക്രമ പരാക്രമം തേ ഇപ്രകാരം അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. ഏതന്മുഹു കീർത്തയതോ അനുശൃണ്വതോ നരിഷ്യതേ ജാതു സമുദ്യമക്കൊലിൽ യദുത്തമ ശ്ലോകഗുണാനുവർണ്ണനം സമസ്ത സംസാര പരിശ്രമാവകം. ഈ കഥ മുഹു വീണ്ടും വീണ്ടും കീർത്തിക്കുന്നവന്റെയും അനുശൃണ്വത പാരായണം കേട്ടിരിക്കുന്നവന്റെയും സമുദ്യമ ഉദ്യമങ്ങളെല്ലാം
ഒരിക്കലും ഒരിടത്തും വൃഥാവിലാവില്ല നരിഷ്യതേ. യൽ എന്തെന്നാൽ ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം, പുണ്യകീർത്തിമാനായിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുക എന്നുള്ളത് സമസ്ത സംസാര പരിശ്രമാവഹം, സാംസാരികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നതിന് ഉതകുന്നതാണ്. അസദ വിഷയമംഘ്രിം ഭാവഗമ്യം പ്രപന്നൻ അമൃതം അമരവര്യാനാശയൽ സിന്ധുമധ്യം കപടയുവതിവേഷോ മോഹയഞ്ജ സുരാരിം തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി എന്നും പറഞ്ഞിത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ആ ശ്രീ ശിവബ്രഹ്മർഷി ആ ഭഗവാനെ ഒന്നങ്ങോട്ട് സ്തുതിക്കുകയാണ്. യ സിന്ധുമധ്യം അമൃതം, ആരാണോ സമുദ്രമഥനം ചെയ്തെടുത്തുള്ള അമൃതത്തെ കപട യുവതിവേഷ മായാമോഹിനി രൂപം ധരിച്ച് സുരാരീൻ മോഹയൻ, ആസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് അസദവിഷയം, അസജ്ജനങ്ങൾക്ക് വിഷയമാകാത്തതും ഭാവഗമ്യം, ഭക്തിഭാവത്തിന് വിഷയീഭവിക്കുന്നതുമായ അംഘ്രിം, തൻ്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ച അമരവര്യൻ ദേവശ്രേഷ്ഠന്മാരെ ആശയൽ അശിപ്പിച്ചത്, അതായത് കുടിപ്പിച്ചത്, ഉപസൃതാനാം കാമപൂരം, തന്നെ ആശ്രയിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നവനായ തം അഹം നത അസ്മി, അദ്ദേഹത്തിനെ ഞാനിതാ മുമ്പിൽ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ശങ്കരമോഹനം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.